പേരാമ്പ്രയിൽ UDF പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ മുസ്ലിം ലീഗ് പ്രവർത്തകൻ നിയാസ് ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിട്ടു. കാഴ്ചയ്ക്ക് ഇപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായതെന്നും നിയാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അന്നത്തെ സംഘർഷത്തിലാണ് ഈ പരിക്ക് പറ്റിയെന്നറിയാം. എന്താ സംഭവിച്ചു ശരിക്കും? ഇത് എന്തോ വന്നടിച്ചതാ, ഗ്രാനൈഡോ മറ്റേ പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ നമ്മളെല്ലാം മുന്നിലത്തെ നിരയിലായിരുന്നു. നമ്മൾ അങ്ങോട്ട് ഒരു പ്രശ്നത്തിന് പോവുകയല്ല, നമ്മളൊരു പ്രകടനം പിടിച്ച് പോവുക എന്നുള്ള രീതിക്കാണ് നമ്മൾ മുന്നോട്ടെടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് പോലീസുകാരെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് രാധിച്ചാറും ഈ ഏറുമൊക്കെ വന്നതാണ്. ഇതിപ്പം ലാത്തി കൊണ്ട് അടി കൊണ്ടതാണോ അതോ മറ്റെന്തെങ്കിലും? ലാത്തി കൊണ്ടല്ല, ഇത് എന്തോ സാധനം ഇതിനുള്ള പിന്നെ ക്ഷീണവും കാര്യം ഓപ്പറേഷനെല്ലാം കഴിഞ്ഞത് സ്റ്റിയർ ഗ്യാസോ അങ്ങനത്തെ എന്തൊരു സാധനമാണ്. അതായത് കണ്ണിലേക്ക് വന്ന് അടിച്ചതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടക്കുന്നവരെ അടിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ തലയെല്ലാം കൂടി പൊളന്നു പോകുമ്പോഴാണ് തോന്നുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണോ അങ്ങനെ ഒരു അതുണ്ടായത്, അതോ പ്രവർത്തകർക്കിടയിൽ നിന്നാണോ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണോ? പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. അതായത് അവിടുന്ന് പിന്നെ ഗ്രനേഡ് എറിയുകയായിരുന്നു അതോ മർദ്ദനമാണോ? അത് എങ്ങനെയാണ് ശരിക്കും ഓർത്തെടുക്കാൻ പറ്റുമോ? അത് ഓർത്തെടുക്കുക, അന്നേരം ഫുള്ള് തിരക്കാണ്. എന്നുവെച്ചാൽ രാത്രിയല്ലേ, കടകളൊന്നുമില്ല, ഹർത്താൽ കഴിഞ്ഞ ആ സമയത്തായിരുന്നു. ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അടിയേൽക്കുന്നത് എങ്ങനെയാണ്? അതിൽ കുറച്ച് പോലീസുകാരാണ്, കുറച്ച് എന്താ വെച്ചാൽ പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടായിട്ട് അവിടെ ഒരു ആക്രമണം ഉണ്ടാക്കിയല്ലോ പെട്ടെന്ന് തന്നെ. പിന്നെ ഇത് എനിക്ക് സംഭവിച്ചു, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കണ്ണിൻ്റെ കണ്ടീഷൻ എന്താ ഇപ്പോൾ? കാലുമെന്ന് കുറച്ച് ഇത് എല്ലാം വെട്ടി വെച്ചിട്ടാണ് ഇവിടെ വെച്ചത് സൈഡിൽ. പിന്നെ മറ്റേ ഇവിടെ 36 സ്ക്രൂ എല്ലാം വെച്ചിട്ട് ഇവിടെ അപ്പാട് ഇതായിപ്പോയിരുന്നു. ഇവിടെ ഒരു പ്ലേറ്റെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവന്നു. അത് ഡോക്ടർമാർ പറഞ്ഞു. കാഴ്ച ഒരു കണ്ണ് പൊത്തിയാൽ ഒരു കണ്ണ് ഫുള്ള് കാണില്ല, അങ്ങനെ മാത്രമേ ഉള്ളൂ, നേല് മാത്രമേ ഉള്ളൂ. പോലീസിന്റെ ഭാഗത്തൊരു കൂട്ടമായ ആക്രമണമായിരുന്നു ഇത്. കുറച്ച് ആൾക്കാരിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ എവിടുന്നോ ശമ്പളമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ അറ്റനാന്ന് ഉള്ള അക്രമം. പോലീസിലെ ചില ആളുകൾ ചേർന്നാണ് ഈ രീതിയിൽ പ്രവർത്തകർക്ക് നേരെ മർദ്ദനവുമായി ലാത്തിയുമായി അടുത്തത് എന്നും നിയാസ് പറയുന്നു. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.